ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ സജീവ പിന്തുണയിൽ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം സാധ്യമാക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഭൂവിനിയോഗ വകുപ്പ് നടപ്പാക്കുന്ന സമുചിത വിളനിർണ്ണയ പദ്ധതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തുടക്കം കുറിക്കും. കേരളത്തിലെ 11 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ മുൻ മന്ത്രി VS സുനിൽകുമാറിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നോട്ടീസ് അയച്ചു. സമ്മതിദായകരെ അപമാനിക്കാനാണ് CPIMന്റെയും കോൺഗ്രസിന്റെയും ശ്രമമെന്ന് BJP. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വഞ്ചിപ്പാട്ട് മത്സരത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ സജീവ പിന്തുണയിൽ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം സാധ്യമാക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ നന്മ മെട്രോയുടെ 3ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2014 മുൻപ് ദുർബലരായ 10 രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. ഇന്ന് പരിഷ്കാരങ്ങൾ, പരിവർത്തനം എന്നിവയിലൂടെ വികസന യാത്ര തുടരുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. आज जिस गति से विकास कर रहा है, इसके पीछे हमारी इकोनॉमिक ग्रोथ एक बड़ा फैक्टर है। 2014 से पहले भारत का टोटल एक्सपोर्ट $468 बिलियन तक पहुंचा था. आज ये $824 बिलियन हो गया है और बेंगलुरु की इसमें बहुत बड़ी भूमिका भी है. 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും പ്രധാനമന്ത്രി രാവിലെ നടന്ന ചടങ്ങിൽ രാജ്യത്തിന് സമർപ്പിച്ചു. ബംഗളൂരു മെട്രോയുടെ യെല്ലോ ലൈനും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നും തദ്ദേശ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിന് മറ്റന്നാൾ വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 30 പ്രസിദ്ധീകരിക്കും. തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണത്തിൽ മുൻ മന്ത്രി VS സുനിൽകുമാറിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നോട്ടീസ് അയച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് സുതാര്യമായ രീതിയിലാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതെന്ന് ശ്രീ രത്തൻ യു ഖേൽക്കർ വ്യക്തമാക്കി. ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് പെറ്റീഷന്റെ രൂപത്തിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂവെന്ന് നോട്ടീസിൽ പറയുന്നു. മുൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ VS സുനിൽകുമാർ ഉന്നയിച്ച ആരോപണങ്ങളെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശക്തമായി അപലപിച്ചു. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ പരിശോധനയും നടപടിയും ആവശ്യമാണെന്ന് മന്ത്രി K രാജൻ. ഇത്തരം കൃത്രിമങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തയെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ആ ആരോപണങ്ങൾ ഉയർന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ സാധ്യതയെക്കുറിച്ച് പല വിധത്തിലുള്ള വിദഗ്ധന്മാർ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ കൃത്രിമങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ധാരാളമായിട്ടുള്ള തെളിവുകൾ നാട്ടിലുണ്ടാകുന്നു. ഇതെല്ലാം വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ ഘട്ടത്തിൽ തന്നെ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യണം. BJP പ്രവർത്തകരുടെ കഠിന പ്രവർത്തനമാണ് തൃശൂരിൽ ശ്രീ സുരേഷ് ഗോപിയുടെ മികച്ച വിജയമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. തൃശൂരിലെ വോട്ടർമാരെ അപമാനിക്കാനാണ് CPMന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ 11 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. ഇതോടെ ഈ നേട്ടം കൈവരിച്ച സ്ഥാപനങ്ങളുടെ എണ്ണം 251ആയി. 8 ജില്ലാ ആശുപത്രികൾ, 6 താലൂക്ക് ആശുപത്രികൾ, 13 സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവയും ഇതിൽപ്പെടുന്നു. ആരോഗ്യമേഖലയിലെ വികസന മുന്നേറ്റത്തിന് തെളിവാണ് ഈ അംഗീകാരമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഹർ ഘർ തിരംഗ ഹർ ഘർ ശുചിത്വ പരിപാടിയോടനുബന്ധിച്ച് തിരുവനന്തപുരം പട്ടം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രംഗോലി നിർമ്മിക്കുകയും തിരംഗ ആശയത്തെ അടിസ്ഥാനമാക്കി വിദ്യാലയ ഭിത്തികൾ അലങ്കരിക്കുകയും വിദ്യാർത്ഥികൾ സൈനികർക്ക് കത്തുകൾ എഴുതി തയ്യാറാക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് നടപ്പാതയിലേക്ക് ഇടിച്ചു കയറി 5 പേർക്ക് പരിക്ക്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോയിലും കാറിടിച്ചു. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനിടെയാണ് അപകടമെന്നാണ് പ്രാഥമിക വിവരം. കൊല്ലം തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന പുതിയ വീടിന് മന്ത്രി V ശിവൻകുട്ടി തറക്കല്ലിട്ടു. മിഥുന്റെ അനുജന്റെ വിദ്യാഭ്യാസ ചെലവുകൾ പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടെയാണ് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ 10 പഞ്ചായത്തുകളിൽ ഭൂവിനിയോഗ വകുപ്പ് നടപ്പാക്കുന്ന സമുചിത വിള നിർണ്ണയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കണ്ണൂരിൽ നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഓരോ പ്രദേശത്തിന്റെയും കാലാവസ്ഥ, ഭൂപ്രകൃതി, ജലലഭ്യത എന്നിവ പഠിച്ച് അവിടെ ഏറ്റവും അനുയോജ്യമായ വിളകളും കൃഷിരീതികളും നിർണ്ണയിക്കുന്നതിനായാണ് ഭൂവിനിയോഗ വകുപ്പ് വിളനിർണ്ണയ പദ്ധതിക്ക് തുടക്കമിടുന്നത്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വൂം ലാൻഡ് റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം വെബ്സൈറ്റ് പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പെറ്റ് സൂ, വെർച്വൽ സൂ തുടങ്ങിയവയുടെ നിർമ്മാണം ഈ മാസം ആരംഭിക്കുമെന്ന് മന്ത്രി K രാജൻ. സുവോളജിക്കൽ പാർക്കിലെ ഡിയർ സഫാരി പാർക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കുട്ടികൾക്ക് സഫാരി സൂ അനുഭവങ്ങൾ വിർച്വലായി കാണാൻ സാധിക്കുന്ന പ്രത്യേക സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പ്രവാസികളുടെ കൈവശമുള്ള ഒഴിഞ്ഞുകിടക്കുന്ന കൃഷിഭൂമി പ്രയോജനപ്പെടുത്തി ഹോർട്ടിക്കൾച്ചർ വിളകളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് മറ്റന്നാൾ പത്തനംതിട്ടയിൽ തുടക്കമാകും. വിശദാംശങ്ങളിലേക്ക്. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്ലാന്റ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ അടിസ്ഥാനത്തിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. പ്രവാസികളുടെ ഭൂമിയിൽ ഉയർന്ന നിലവാരമുള്ള പഴവർഗ്ഗ തോട്ടങ്ങൾ വളർത്തുകയും വിളവെടുപ്പും വിപണനവും കഴിഞ്ഞ് നിശ്ചിത കാലയളവിനു ശേഷം ഭൂമിയും തോട്ടവും ഉടമയ്ക്ക് തിരികെ നൽകുകയും ചെയ്യുന്ന രീതിയിലാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട ജില്ലാ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സഹകരണ സംഘം 50 ഏക്കറിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. പദ്ധതി നടത്തിപ്പ് പൂർണ്ണമായും സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കായിരിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിലുള്ള IIST-കൾ അക്കാദമിക സ്ഥാപനങ്ങൾ മാത്രമല്ലെന്നും മികച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും വാർത്തെടുക്കുന്ന അതുല്യ സ്ഥാപനങ്ങളാണെന്നും ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ തിരുവനന്തപുരം വലിയമല IIST-യുടെ 13ാമത് ബിരുദദാന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ പ്രവചനം, ദുരന്ത പ്രതികരണം, ഭക്ഷ്യസുരക്ഷ തുടങ്ങി നിരവധി മേഖലകളിൽ മികവ് കൈവരിക്കാൻ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾക്ക് സാധിക്കുന്നതായും ഡോക്ടർ V നാരായണൻ പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം പൊളിയുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ ഗാന്ധി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പത്തനംതിട്ട ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആറന്മുള പള്ളിയോട സേവാ സംഘവും ചേർന്ന് നടത്തുന്ന വഞ്ചിപ്പാട്ട് മത്സരമായ ദേവസങ്കീർത്തന സോപാനത്തിന് തുടക്കമായി. ഈ മാസം 30-ന് ഫൈനൽ നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി.S. ശ്രീധ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ മാസം 26 വരെ വഞ്ചിപ്പാട്ട് സോപാനം പ്രാഥമിക അവതരണം രാവിലെ 10 മുതൽ 1:30 വരെ നടക്കും. എല്ലാ പള്ളിയോടക്കരകൾക്കും നിബന്ധനകൾക്കനുസരിച്ച് ഇഷ്ടപ്പെട്ട വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കാൻ അവസരമുണ്ട്. 10 മിനിറ്റാണ് സമയം നൽകുക. 30-ന് ഫൈനൽ മത്സരം നടക്കും. വിജയികൾക്ക് 52 പവൻ സുവർണ ട്രോഫിയും 25,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കും. വ്യാജ ഓൺലൈൻ ട്രേഡിംഗിലൂടെ കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടറുടെ 4,43 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ചെന്നൈ സ്വദേശികൾ അറസ്റ്റിലായി. വാട്സാപ്പ് വഴി ബന്ധപ്പെട്ട ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വഴി മികച്ച വരുമാനം നൽകുമെന്ന് വിശ്വസിപ്പിച്ച് ഇവർ കബളിപ്പിക്കുകയായിരുന്നു. കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ സംഘമാണ് ചെന്നൈയിൽ നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ സജീവ പിന്തുണയിൽ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം സാധ്യമാക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഭൂവിനിയോഗ വകുപ്പ് നടപ്പാക്കുന്ന സമുചിത വിളനിർണ്ണയ പദ്ധതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തുടക്കം കുറിക്കും. കേരളത്തിലെ 11 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ മുൻ മന്ത്രി VS സുനിൽകുമാറിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നോട്ടീസ് അയച്ചു. സമ്മതിദായകരെ അപമാനിക്കാനാണ് CPIM-ന്റെയും കോൺഗ്രസിന്റെയും ശ്രമമെന്ന് BJP. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വഞ്ചിപ്പാട്ട് മത്സരത്തിന് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.